പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും അമേരിക്കയ്ക്ക് ചരിത്ര നേട്ടം. ഇന്ത്യക്ക് ട്രംപിന്റെ ബിഗ് താങ്ക്സ്. ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ഒരു റോഡിന് തന്റെ പേര് നൽകി ആദരിച്ചതിൽ ഇന്ത്യക്ക് ഔദ്യോഗികമായി നന്ദി അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തരമൊരു സവിശേഷമായ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് താനാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഈ സന്തോഷ വാർത്തയും നന്ദിയും ആഗോളതലത്തിൽ പങ്കുവച്ചത്. ഹൈദരാബാദിലെ അമേരിക്കൻ കോൺസുലേറ്റിനോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ റോഡിനാണ് ഡൊണാൾഡ് ട്രംപ് അവന്യൂ എന്ന് തെലങ്കാന സർക്കാർ പേര് നൽകിയിരിക്കുന്നത്. നഗരത്തിന്റെ ആഗോള പ്രൊഫൈൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ അമേരിക്കൻ നയതന്ത്ര ഇടപെടലുകളിൽ ഹൈദരാബാദിനുള്ള വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് തെലങ്കാന സർക്കാരിന്റെ ഈ നീക്കം. ഇന്ത്യയിലെ ഹൈദരാബാദിലുള്ള പുതിയ ഡൊണാൾഡ് ട്രംപ് അവന്യൂ ഈ രീതിയിൽ ആദരിക്കപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. നന്ദി പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് എന്നാണ് അദ്ദേഹം കുറിച്ചത്. ഈ ആഴ്ച ആദ്യം നടന്ന ഔദ്യോഗിക അനാച്ഛാദന ചടങ്ങിൽ നിന്നുള്ള മനോഹരമായ ഒരു ചിത്രവും ട്രംപ് തന്റെ പോസ്റ്റിനൊപ്പം വായനക്കാർക്കായി പങ്കുവച്ചിട്ടുണ്ട്. തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക്കയും ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോറും ചേർന്നാണ് ഈ ആഴ്ച ആദ്യം റോഡിന്റെ നാമകരണ ഫലകം ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്തത്. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഹൈദരാബാദിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിലാണ് ഈ ആചാരപരമായ ചടങ്ങുകൾ നടന്നത്. ഹൈദരാബാദിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ നാനക്രാങ്കുഡയിലാണ് ഈ പുതിയ ഡൊണാൾഡ് ട്രംപ് അവന്യൂ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ നയതന്ത്ര ദൗത്യത്തിന്റെ കേന്ദ്രമെന്നതിലുപരി മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ തുടങ്ങി ലോകപ്രശസ്തമായ നിരവധി പ്രമുഖ അന്താരാഷ്ട്ര അമേരിക്കൻ സാങ്കേതിക കമ്പനികളുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന അതിപ്രധാനമായ മേഖലയാണിത്. അമേരിക്കയോടുള്ള ആദരസൂചകമായും ഹൈദരാബാദും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ IT സാമ്പത്തിക ബന്ധത്തിന്റെ പ്രതീകാത്മകമായ അംഗീകാരമായാണ് ഈ പുനർനാമകരണത്തെ തെലങ്കാന സർക്കാർ വക്താക്കൾ വിശേഷിപ്പിച്ചത്. ട്രംപ് ഇതിന് പരസ്യമായി നന്ദി രേഖപ്പെടുത്തിയതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഓൺലൈനിലും ഈ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചു. ഹൈദരാബാദിലെ പ്രധാന റോഡുകൾക്കും പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രമുഖ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേരുകൾ നൽകാൻ തെലങ്കാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ നടപടി. അന്താരാഷ്ട്ര തലത്തിൽ തിരിച്ചറിയാവുന്ന മികച്ച നഗര ലാൻഡ്മാർക്കുകൾ ഹൈദരാബാദിൽ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുൻപ് അമേരിക്കൻ ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്ത ഫോറത്തിൽ സംസാരിച്ചിരുന്നു. തമിഴ്നാടും കർണാടകയും പോലെ വിദേശ നിക്ഷേപങ്ങളെ വലിയ തോതിൽ ആകർഷിക്കുന്ന തെലങ്കാനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നേരിട്ടുള്ള അഭിനന്ദനം ആഗോള ബിസിനസ് രംഗത്ത് വലിയ മൈലേജ് നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ലഭിക്കുന്ന ചരിത്രപരമായ ആദ്യ ബഹുമതിയായി ട്രംപ് തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം കൂട്ടുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതായിട്ട് സൂചനകളും പുറത്തു വന്നിരുന്നു. അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ട്രംപിന്റെ സുപ്രധാനമായ നയതന്ത്ര സന്ദർശനം ഉണ്ടാകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിബന്ധം ഇന്ത്യ അമേരിക്കൻ സഖ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചു. പങ്കാളിത്തം കൂടുതൽ കരുത്താർജിച്ചു എന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സന്ദർശനമായിരിക്കും ഇത്. ഏറ്റവും ഒടുവിൽ 2020 ഫെബ്രുവരിയിലായിരുന്നു ട്രംപ് ഇന്ത്യ സന്ദർശിച്ചത്. പിന്നീട് ട്രംപും മോദിയും നിരന്തരം ഫോൺ വഴിയും അല്ലാതെയും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നെങ്കിലും സന്ദർശനം നടന്നിരുന്നില്ല. ഇന്ത്യയെ തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് ഇരു നേതാക്കളും നേരിട്ട് കണ്ടത്. നീണ്ട 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള അവരുടെ ഈ ഉഭയകക്ഷി കൂടിക്കാഴ്ച അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതവും ആഗോളതലത്തിലുള്ള വിഷയങ്ങളായിരുന്നു G7 ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിനൊപ്പം പ്രതിരോധ കക്ഷി സജീവം, ഉഭയ വ്യാപാരം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കൻ ഇന്ത്യ കോമ്പാക്ട് പദ്ധതിയുടെ പുരോഗതിയും ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ട്രംപിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും നിർണായകമാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.